പലപ്പോഴും നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് കാണുന്ന ഒന്നാണ്, പക്ഷെ അത് ആക്ച്വലി അത്ര സിമ്പിൾ ആണ്. നമ്മൾ ഇന്ന് അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് വെൽമൗണ്ട് ഹോസ്പിറ്റലിലെ ചെയർമാനായ ഡോക്ടർ ഋഷി ജോർജ് ആണ്. വെൽക്കം സർ. താങ്ക് യു. സാർ, ഞാൻ പലപ്പോഴും നമ്മുടെ റെക്കോർഡ്സ് ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ സൈലന്റ് കില്ലർ എന്നൊരു ടേംസ് ഉണ്ട്, ഡയബറ്റീസ്. അതെ, അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ടേം നമ്മുടെ റെക്കോർഡ്സിൽ? നമ്മൾ ഈ ആദ്യമായിട്ട് ഷുഗർ നോക്കാൻ ഒരു ലാബില് എത്ര ശതമാനം ആൾക്കാരാണ് പോകുന്നത്? സാധാരണ ഒരു ബ്ലഡ് റൂട്ടീൻ അല്ലെങ്കിൽ എന്തെങ്കിലും പല്ല് പറിക്കാനോ എന്തെങ്കിലും ഒരു ചെറിയ പ്രൊസീജിയറിന് വേണ്ടി പോകുമ്പോഴാണ് ഈ ഷുഗർ ഉണ്ടെന്ന് അറിയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അത് ഒരു പരിധി വരെ ഷുഗർ ഉണ്ടെന്ന് ആൾക്കാർ അറിയത്തില്ല. ഈ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോൾ അതിന്റെ ഇടയിൽ കൂടെ കിട്ടണ പോലെ. അതെ, ഇപ്പൊ നമ്മള് പാരസ്റ്റമോൾ ഒക്കെ ആൾക്കാർ കപ്പലണ്ടി പോലെയാണ്. വെറുതെ ഡയബറ്റീസ് വന്ന ഒരു പനി വന്നെന്ന് വിചാരിച്ചു, ഉടനെ നമ്മൾ ഡയബറ്റീസിന്റെ മരുന്ന് കഴിക്കും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറയുന്നത് എന്തെങ്കിലും അറിയാത്തത് അത് ശരീരത്തിൽ പയ്യെ ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഡയബറ്റീസ് നമ്മുടെ ശരീരത്തിൽ ഒരു ടെർമൈറ്റ് പോലെയാണ്, ചെതല്. ഈ ഫർണിച്ചേഴ്സിലൊക്കെ ഈ ചെതലുള്ളത് അറിയത്തില്ല, പക്ഷെ ഒരു ദിവസം നോക്കുമ്പോൾ ഫർണിച്ചർ പൊട്ടി താഴെ വീഴും. അതേപോലെ നമ്മുടെ അസ്ഥികൾക്ക് പോലും ഈ ഷുഗർ ബാധിക്കും, അത് നമ്മൾ അറിയുന്നില്ല. അതെങ്ങനെയാണ് അസ്ഥികൾക്കൊക്കെ ബാധിക്കുന്നത്? രണ്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഡയബറ്റീസ് കൊണ്ട് ഉണ്ടാകുന്നത്, മാക്രോവെസ്കുലറും മൈക്രോവെസ്കുലറും. മാക്രോവെസ്കുലർ എന്ന് പറഞ്ഞാൽ ഈ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് എന്നൊക്കെ കണ്ടീഷൻ. മൈക്രോവെസ്കുലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രക്തക്കുഴല് ഡാമേജ് ആയിട്ട് കിഡ്നിക്കും കണ്ണിനും അതേപോലെ നമ്മുടെ ഞരമ്പുകൾക്കൊക്കെ ബാധിക്കുന്ന അസുഖങ്ങളാണ് നമ്മൾ മൈക്രോവെസ്കുലർ എന്ന് പറയുന്നത്. ഡയബറ്റീസ് അൺകൺട്രോൾഡ് ആയി പോയാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പയ്യെ കാലും കൈ തരിപ്പ്, പുകച്ചിൽ, ഇതൊക്കെ വളരെ സ്ലോ പ്രോസസ്സാണ്. സോ ഇവൻച്വലി ആണ് ആൾക്കാർ അറിയുന്നത്, സഡൻലി ആരും അറിയത്തില്ല. എസ്പെഷ്യലി അഡൾട്ട്സിന്. പിള്ളേർക്കാണെങ്കിൽ ഇപ്പൊ ടൈപ്പ് 1 ഡയബറ്റീസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് അറിയും ഷുഗർ കൂടിപ്പോയാൽ അല്ലെങ്കിൽ കുറഞ്ഞു പോയാൽ. പക്ഷെ അഡൾട്ട്സിന് ക്ഷീണം വരും, തളർച്ച വരും. നമ്മൾ സാധാരണ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് അത് ഏജ് റിലേറ്റഡ് ആണെന്ന് വിചാരിച്ചങ്ങ് പോകും. പക്ഷെ സത്യം പറഞ്ഞാൽ ഒരു റൂട്ടീൻ ഹെൽത്ത് ചെക്കപ്പ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന ഇത് കാരണമാണ്. കാരണം BP, ഷുഗർ ഇത് ഒക്കെ ഉള്ളപ്പം നമ്മൾ അറിയത്തില്ല. ഒരു പരിധി വിട്ട് പോകുമ്പോഴാണ് ഇത് തലകറക്കവും കാലും കൈയും തരിപ്പും മൂത്രത്തിൽ പുകച്ചിലും അല്ലെങ്കിൽ എപ്പോഴെപ്പോഴും മൂത്രം ഒഴിക്കാൻ മുട്ടുന്നത്, അതുപോലെ വണ്ണം, അമിതവണ്ണം അല്ലെങ്കിൽ വണ്ണം സഡൻലി കുറഞ്ഞു പോകുന്ന സിറ്റുവേഷൻ ഒക്കെയാണ് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അതായത് ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ റുട്ടീൻ ചെക്കപ്സും കാര്യങ്ങളും ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കാരണമാണ് ഈ ഡയബറ്റീസിനെ സൈലന്റ് കില്ലർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി. നമ്മുടെ ജനറേഷനിൽ വളരെ വലിയൊരു ഡിസീസ് ആയിട്ട് കരുതാണ് ഈ ക്യാൻസർ ഒക്കെ. അതിന് പിന്നെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ വന്നു. ഇപ്പൊ 2024 പുതിയ ടെക്നോളജീസ് വന്നു, കാര്യങ്ങൾ മൊത്തത്തിൽ മാറി. പക്ഷെ ഇപ്പോഴും ഡയബറ്റിക്സ് ക്യൂറബിൾ ആണോ അല്ലയോ അങ്ങനെ ഒരു സംശയം പലർക്കും ഉണ്ട്. അതെന്താണ്, അതെങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ പ്രമേഹ രോഗം എന്ന് പറഞ്ഞാൽ ഒരു അസുഖമല്ല, ഒരളവ് തെറ്റായിരിക്കുകയാണ്. ഈ അളവ് തെറ്റായിക്കൊണ്ടിരിക്കുന്ന കാരണമാണ് അസുഖങ്ങൾ ഉണ്ടാകുന്നത്. ഷുഗർ നന്നായിട്ട് കൺട്രോൾ ചെയ്ത നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിലോ നമുക്ക് ലൈഫ് എക്സ്പെക്ടൻസിക്ക് ഒന്നും ഒരു ബാധ്യതയില്ല. ഷുഗർ ക്യൂറബിൾ ആണോ എന്ന് ചോദിച്ചാൽ ക്യൂറബിൾ അല്ല. എസ്പെഷ്യലി ടൈപ്പ് 1 ഡയബറ്റീസ്, കൊച്ചു കുട്ടികൾക്ക് പോലും ഉണ്ടാകുന്ന ഈ ടൈപ്പ് 1 ഡയബറ്റീസ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ഇതിൽ ഇൻസുലിൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല ജീവിതം മൊത്തം. പക്ഷേ ടൈപ്പ് 1 ഡയബറ്റീസ് എസ്പെഷ്യലി വിത്ത് ന്യൂവർ മെഡിസിൻസ്, പുതിയ മരുന്നുകൾ കൊണ്ടും പുതിയ ടെക്നോളജി, എക്സസൈസും ഡയറ്റും ഇപ്പോൾ ഒരു ഇന്റിഗ്രേറ്റഡ് അപ്രോച്ച് ആണ്. അതേപോലെ CGM പോലെ ചില ഡിവൈസസ്, കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് എന്ന് പറയും, പ്രോപ്പർ ടൈം ടു ടൈം ഗ്ലൂക്കോസ് മോണിറ്റർ ചെയ്ത് നമുക്ക് ടൈപ്പ് 1 ഡയബറ്റീസിലെ പിള്ളേർക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ സംഭവമാണ് ഈ CGM എന്ന് പറയുന്ന സംഭവം. ഇതിന്റെ ഒക്കെ ഹെൽപ്പ് കൊണ്ട് നമുക്ക് ലൈഫ് വളരെ ഈസി ആക്കി എടുക്കാൻ പറ്റും ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക്. അത് മാത്രമല്ല അവസ്ഥ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഈ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ഓൾറെഡി ഉണ്ട്, പക്ഷെ അത് ശരിക്കും ആക്റ്റീവ് അല്ല. അപ്പൊ ഈ യൂഷ്വലി അഡൾട്ട്സിന് ഉണ്ടാകുന്ന ഒരു ഡയബറ്റീസ് ആണ് ഈ ടൈപ്പ് 2 ഡയബറ്റീസ്. ഈ ഡയബറ്റീസിൽ നമുക്ക് കുറെ നാളത്തേക്ക് മരുന്നുകളൊക്കെ നിർത്തി പ്രോപ്പർ എക്സസൈസും ഡയറ്റും ഒക്കെ തുടങ്ങി കുറെ നാളത്തേക്ക് മരുന്നുകൾ തടയാൻ പറ്റും. ലൈക്ക് കുറെ നാളത്തേക്ക് നമുക്ക് മരുന്നില്ലാതെ പോകാൻ പറ്റും, ഒരു ടെമ്പററി പീരീഡ് പോലെ. യെസ്. പക്ഷെ ഫ്യൂച്ചറിൽ എന്തായാലും മരുന്നിന്റെ ആവശ്യം വരും. സോ പല ആൾക്കാർ ക്ലെയിം ചെയ്യാറുണ്ട്, ഞങ്ങൾ ഡയബറ്റീസ് ക്യൂർ ചെയ്തു തരാം. അതൊക്കെ അങ്ങനെ ഒരു മാജിക് ഡ്രഗ് ഇല്ല. പക്ഷെ പ്രോപ്പർ ലൈഫ് സ്റ്റൈലും എക്സസൈസും ഒക്കെ ഫോക്കസ് ചെയ്താൽ നമുക്ക് ഡയബറ്റീസ് റെമിഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറ്റും. റെമിഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മരുന്നില്ലാതെ കുറെ വർഷങ്ങൾ വരെ നമുക്ക് പോകാൻ പറ്റും. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് ലൈക്ക് ക്യൂർ. മനസ്സിലായി. അതായത് ഡയബറ്റിക്സ് ക്യൂർ ചെയ്യാൻ പറ്റില്ല,
കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ മരുന്നിനെ പറ്റി പറഞ്ഞാൽ നമുക്ക് കുറെ നാളത്തേക്ക് ടൈപ്പ് 2 ഡയബറ്റീസിൽ മരുന്നില്ലാതെ പോകാൻ പറ്റും. പ്രോപ്പർ ഫ്യൂച്ചറിൽ ഇനി അഡ്വാൻസ്ഡ് ആയിട്ട് വന്ന് കുറച്ചും കൂടെ ഹൂ നോസ്. യെസ്, നമ്മുടെ മെഡിക്കൽ സയൻസ് എല്ലാ ദിവസവും ഞങ്ങള് 5 വർഷം മുമ്പ് എഴുതിക്കൊണ്ടിരുന്ന മരുന്നുകളല്ല ഇപ്പൊ എഴുതുന്നത്. സോ വളരെ വെൽ എഞ്ചിനീയർഡ് മെഡിസിൻസ് ആർ ദെയർ ഇൻ ദ മാർക്കറ്റ്. അതൊക്കെ കൊണ്ട് വളരെ ഗുണങ്ങളേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ നമ്മൾ വേറൊരു സ്റ്റേജിലേക്ക് എത്തി. നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഡെഫിനറ്റ്ലി.